ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ദ ഡിബേറ്റ്. തിരുത്തൽ പാഠം 1. ഒടുവിൽ മുണ്ടുമുറുക്കിയെടുക്കാൻ സർക്കാർ തീരുമാനം. ചെലവ് ചുരുക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകും. തിരുത്തൽ പാഠം 2. ക്ഷേമ പെൻഷനടക്കം കുടിശ്ശികകൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കും. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പ്രസ്താവന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുള്ള രാഷ്ട്രീയ ആരോപണമാണോ? ഗഡുക്കളായി കൊടുക്കുമെന്ന് പറയുമ്പോഴും ആ പണം എവിടെ നിന്ന് വരും? ഈ ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ലേ? എല്ലാം ശരിയാകുമോ? വിവിധ വിഭാഗങ്ങൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശികകൾ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമയബന്ധിതമായി കുടിശ്ശിക വിതരണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഈ സാമ്പത്തിക വർഷം പലതും ഗുണഭോക്താക്കൾക്ക് ലഭിക്കില്ല. നിയമസഭാ സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെയാണ് കുടിശ്ശിക വിതരണത്തിൽ മുഖ്യമന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തിയത്. കേന്ദ്രത്തിന്റെ പ്രതികൂല സമീപനങ്ങളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാൻ കാരണം. അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തും നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിലവിൽ ഈ ഇനത്തിൽ 4250 കോടി രൂപയാണ് കുടിശ്ശികയായുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി 1700 കോടി രൂപ വിതരണം ചെയ്യും. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായും മരുന്ന് വിതരണത്തിനുള്ള ബില്ലുകളിലും വന്ന കുടിശ്ശിക സമയബന്ധിതമായി 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യതയ്ക്കും മറ്റും ഈ കുടിശ്ശിക തടസ്സമാകരുതെന്ന് സർക്കാർ നിർബന്ധമുള്ളതിനാൽ ഇത് പൂർണ്ണമായും കൊടുത്തു തീർക്കുന്നതാണ്. വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയ്ക്കുള്ള സഹായം, നെല്ല് സംഭരണം, നെല്ലുൽപാദനം എന്നിവയ്ക്ക് നൽകേണ്ട തുക, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വഹിക്കേണ്ട ചെലവുകൾ എന്നിവയിലെ കുടിശ്ശിക 2024-25 സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട്. DA, DR ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നത് സംബന്ധിച്ച് വിശദമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം 2 ഗഡു DA ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനാൽ ചിലവുകൾ ചുരുക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ സ്വയം നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവിഷ്കരിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതോടൊപ്പം ചെലവ് ചുരുക്കലിനുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നതാണ്. സമയബന്ധിതമായി കുടിശ്ശിക വിതരണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഈ സാമ്പത്തിക വർഷം പലതും ഗുണഭോക്താക്കൾക്ക് ലഭിക്കില്ല. അടുത്ത സാമ്പത്തിക വർഷവും അതിനുശേഷമുള്ള വർഷങ്ങളിലുമായിരിക്കും കുടിശ്ശിക വിതരണം പൂർത്തിയാക്കുക. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നടത്തിയത് രാഷ്ട്രീയ ആരോപണങ്ങൾ കുത്തിനിറച്ച പ്രസ്താവനയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. എല്ലാം ശരിയാകുമോ എന്നാണ് ചോദ്യം. നമുക്കിപ്പോൾ അതിഥികളായി അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി KP നൌഷാദ് അലി, JR പത്മകുമാർ BJP പ്രതിനിധി എന്നിവർ. ആദ്യം ഞാൻ അരുൺകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഒരു തെരഞ്ഞെടുപ്പ് തോൽവി വേണ്ടി വന്നോ കൊടുക്കാനുള്ള കുടിശ്ശികകൾ ഗഡുക്കളായാണെങ്കിലും കൊടുക്കാമെന്ന് സർക്കാർ സമ്മതിക്കാനും ചെലവ് ചുരുക്കുമെന്ന് നിയമസഭയിൽ പ്രസ്താവിക്കാനും? ഇവിടെ പെൻഷൻ വിതരണത്തിൽ ഉണ്ടായ കാലതാമസത്തിന്റെ കാരണം നിരവധി തവണ സർക്കാരും അതുപോലെ തന്നെ നമ്മൾ ചർച്ചകളിലുമെല്ലാം കൃത്യമായി തന്നെ പരിശോധിക്കുകയും ആ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്തതാണ്. ഈ സർക്കാർ 2016 അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. 2011-16 കാലഘട്ടത്തിൽ ഏകദേശം 34 ലക്ഷം പേർക്കാണ് പെൻഷൻ ലഭിച്ചിരുന്നത്. അപ്പോൾ അന്ന് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിരുന്നത് 34 ലക്ഷം ഇൻറ്റു 600 രൂപയാണ്. അതായത് ആ കൃത്യമായി ഗവൺമെന്റിന് ചെലവാകുന്ന തുക 206 കോടി രൂപയാണ് ഒരു മാസം പെൻഷൻ കൊടുക്കാനായി ചെലവാകുക. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 600 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു പെൻഷൻ തുക. അതുപോലെ ഗുണഭോക്താക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 34 ലക്ഷത്തിൽ നിന്ന് 62 ലക്ഷമായി ഉയർന്നു. അപ്പോൾ ഒരു മാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടിവരുന്ന തുക 992 കോടി രൂപയാണ്. അതായത് UDF ഗവൺമെന്റിന് ഒരു വർഷം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിരുന്ന തുക 206, ഒരു മാസം കൊടുക്കാൻ വേണ്ടിയിരുന്ന തുക 206 കോടിയാണെങ്കിൽ
LDF ഗവൺമെന്റിന് 992 കോടിയാണ്. നമ്മുടെ കണക്കുകൾ കൃത്യമായി ഇത് വ്യക്തമാക്കും. അതായത് ഏകദേശം 5 ഇരട്ടി തുക വേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കൃത്യമായി വിതരണം ചെയ്തു വന്നതാണ്. കഴിഞ്ഞ ഒരു 6-7 മാസമായി അതിന്റെ കുടിശ്ശിക വന്നു. ഇപ്പൊ നിലവിൽ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. അങ്ങനെ കുടിശ്ശിക വരാനുണ്ടായിട്ടുള്ള കാരണം 2022 മാർച്ച് 31 മുതൽ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഷൻ കമ്പനികൾ എടുക്കുന്ന തുക കൃത്യമായി കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് അതിന് മുൻകാല പ്രാബല്യത്തോടെ തന്നെ അത് ഉൾപ്പെടുത്തുകയും ചെയ്തു. കിഫ്ബി ഉൾപ്പെടെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും എടുക്കുന്ന എല്ലാ തരത്തിലുള്ള കടവും കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വച്ചൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് കുടിശ്ശിക വന്നത് എന്ന് നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിയമസഭയിലടക്കം അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രത്തിന്റെ കടം എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഇടപെടട്ടെ KS അരുൺകുമാർ. കാരണം എന്റെ ഒരു ചോദ്യം ഇതാണ്, ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം നടത്തിയ പ്രസ്താവന കേൾക്കുമ്പോൾ തോന്നിയത് ഇപ്പോൾ നിലവിൽ കേന്ദ്രം നമുക്ക് പണം തരുന്നില്ല. ശരി, ഇതേ അവസ്ഥ തന്നെയായിരിക്കുമല്ലോ 2024-25 25-26 ഉണ്ടാവാൻ പോകുന്നത്. മുൻകാല പ്രാബല്യത്തോടു കൂടി വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടി ഈ 2 സാമ്പത്തിക വർഷവും തുടരും. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അധികമൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഈ കുടിശ്ശിക ഇപ്പോഴും അടുത്ത സാമ്പത്തിക വർഷവുമായിട്ട് കൊടുത്തു തീർക്കുക? 4250 കോടി രൂപ വേണം ക്ഷേമ പെൻഷൻ 5 കുടിശ്ശിക തീർക്കാൻ. അപ്പോൾ സംസ്ഥാന സർക്കാരിന് പണമുണ്ടാക്കി ഈ കുടിശ്ശിക കൊടുക്കാൻ കഴിയുമെന്ന് സർക്കാരിന് ഉറപ്പുള്ളത് കൊണ്ടാണോ ഇന്ന് നിയമസഭയിൽ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത്? അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം പ്രതിപക്ഷം ആവർത്തിക്കുന്നുണ്ട്. ഈ ധൂർത്തുകൊണ്ടും ചെലവ് കൂടുതലായതുകൊണ്ടും നിങ്ങൾ ഈ പെൻഷൻ കൊടുക്കാതെ പോയി എന്നത് ശരിവെക്കുകയല്ലേ സർക്കാർ? അതാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. അല്ല മിസ്റ്റർ അരുൺ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ തുകയിലുണ്ടായിട്ടുള്ള വ്യത്യാസം. കൃത്യമായി അങ്ങ് ഇത് അറിയാവുന്ന വ്യക്തി തന്നെയാണ്. കൃത്യം 206 കോടി രൂപ ഒരു മാസം UDFന് ചെലവാകുന്നു. LDF വന്നപ്പോൾ അത് 992 കോടി രൂപയാണ് ചെലവാകുന്നത്. UDF 2011 മുതൽ 16 വരെ 5 കൊല്ലം കൊണ്ട് പെൻഷനായി വിതരണം ചെയ്തത് 8833 കോടി രൂപയാണ് മൊത്തം 5 വർഷം കൊണ്ട്. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ പെൻഷനായി വിതരണം ചെയ്തത് 30,567 കോടിയാണ്. അതായത് ഏകദേശം ഒരു 4 ഇരട്ടി 5 ഇരട്ടിയോളം തുക ചെലവഴിക്കേണ്ടി വന്നു. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 21,734 കോടി രൂപ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തു. അതായത് കഴിഞ്ഞ 8 വർഷമായി LDF സർക്കാർ വിതരണം ചെയ്തത് 53,829 കോടിയാണ്. ആ കണക്കിൽ ഞാൻ തർക്കത്തിനില്ല. പക്ഷേ എന്റെ ചോദ്യം, ഇനി ഈ കുടിശ്ശിക 2 ഗഡുക്കൾ ഈ വർഷവും 3 ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷവും സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പണം എവിടെ നിന്നെങ്കിലും വരണമല്ലോ. കേന്ദ്രത്തിൽ നിന്ന് പണമില്ല, പണം ഞെരുക്കം നടത്തുന്നു എന്നും ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പണം എവിടെ നിന്ന് വരുമെന്നതാണ് ചോദ്യം. ആ പണം ഇപ്പോൾ വരുമെങ്കിൽ അത് ഈ കഴിഞ്ഞ 2 വർഷവും വരേണ്ടിയിരുന്ന പണമാണ്. അങ്ങനെ പണം വരാതിരുന്നത് ധൂർത്ത് മൂലമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അത് ശരിവയ്ക്കുന്ന പ്രസ്താവനയല്ലേ മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. 1 മിനിറ്റ് ഒന്ന് ക്ഷമിക്ക്, നമ്മളേതായാലും ചർച്ചയുടെ ഭാഗമായിട്ട് ഇരിക്കുകയല്ലേ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ആകെ 8,833 കോടി രൂപ UDFന് ചെലവായപ്പോ LDF ഇതുവരെ 53,829 കോടി രൂപ ചെലവഴിച്ചു. ഇപ്പൊ കുടിശ്ശികയുള്ളത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ 4,250 കോടി രൂപ മാത്രമാണ്. അപ്പോൾ ഈ തുക എങ്ങനെ കണ്ടെത്തും എന്നതാണ് അങ്ങ് ചോദിച്ചത്. ഈ കഴിഞ്ഞ മാർച്ച് മുതൽ തുടർച്ചയായി നമ്മൾ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. അതിന് മുൻപത്തെ 5 മാസമാണ് കുടിശ്ശിക. ഇന്ന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയിൽ പറഞ്ഞത് ഈ സാമ്പത്തിക വർഷം 2 ഗഡു വിതരണം ചെയ്യും കുടിശ്ശിക, ബാക്കി മാസമുള്ളത് റെഗുലറായി എല്ലാ മാസവും പോകും. അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ ഈ 5 ഗഡുവിൽ 3 ഗഡു വിതരണം ചെയ്യുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രയോറിറ്റി 1 പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലാണ്. 2 ക്ഷേമ പദ്ധതികൾ എല്ലാ കാലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ നടത്തുന്ന അതേ പ്രാധാന്യത്തോടെ തന്നെ ക്ഷേമ പദ്ധതികൾ. 3 പ്രകടന പത്രികയിൽ പറഞ്ഞ അജണ്ട കൃത്യമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ കൃത്യമായി നടപ്പാക്കുക എന്നതാണ് LDF ഗവൺമെന്റിന്റെ അജണ്ട. ആദ്യം സൂചിപ്പിച്ചതുപോലെ പശ്ചാത്തല സൗകര്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ, അതുപോലെ വികസന പ്രവർത്തനങ്ങൾ. അപ്പോ പ്രയോറിറ്റിയിലെല്ലാം ചെറിയ മാറ്റം വരുത്തി. പശ്ചാത്തല വികസന പ്രയോറിറ്റി മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രസ്താവനയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനുകൂടിയുള്ള മറുപടി നൽകണം. വിവിധ വകുപ്പുകൾക്ക് ചെലവ് ചുരുക്കാനുള്ള നിർദ്ദേശവും നൽകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ അങ്ങനെ ചെലവ് ചുരുക്കാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. എന്നുവെച്ചാൽ ഈ പെൻഷൻ 5 മാസത്തെ കുടിശ്ശികയുള്ളപ്പോഴും സർക്കാർ നടപടിയെടുത്തില്ല. അത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഈ സർക്കാരിന് സംഭവിച്ച തിരിച്ചറിവാണ്. ഇല്ല, അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. നമ്മുടെ തനത് നികുതി വരുമാനം ഉണ്ടല്ലോ,
ഈ തനത് നികുതി വരുമാനം കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 56% വർധനവുണ്ടായി. ഇന്ത്യയിലെ മറ്റ് 27 സംസ്ഥാനം, കേരളം ഒഴികെയുള്ള മറ്റ് 27 സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളം വളരെ മുന്നിൽ തന്നെയാണ്. അതുപോലെ കടമെടുത്തു കൂട്ടുകയാണെന്നുള്ള ആരോപണം നിരവധി വരുന്നു. എന്നാൽ കടമെടുപ്പിന്റെ ശതമാനം നോക്ക്. കേരളത്തിന്റെ കടവും ആഭ്യന്തര വരുമാന അനുപാതവും തമ്മിൽ 2020-21 അത് 38.47%. ഈ 2023-24 അത് 33% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തി സുപ്രീം കോടതി അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ചെലവ് ചുരുക്കണമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞത് എങ്ങനെയെന്നതാണ് എന്റെ ചോദ്യം. അതെ, കൃത്യമായി പറഞ്ഞല്ലോ. കാരണം ഈ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവും അതുപോലെ തന്നെ കടമെടുപ്പിൽ ഉണ്ടായിട്ടുള്ള നിയന്ത്രണം, അത്തരം സാഹചര്യത്തിൽ നമുക്ക് സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയിൽ ഒരു തരത്തിലുള്ള കുറവും വരുത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും കുടിശ്ശിക വരുത്താതെ മുന്നോട്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ച് കേന്ദ്ര വരുമാനത്തിലും അതുപോലെ കടമെടുപ്പ് തോതിലുമെല്ലാം പെട്ടെന്നൊരു റിലാക്സേഷൻ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും. തീരുമാനിക്കുന്നത് ഒരു വർഷം മുമ്പാകാമായിരുന്നില്ലേ? ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന കേന്ദ്രം പണം ഞെരുക്കം നടത്തുന്ന കാലം മുതൽ തന്നെ മുണ്ട് മുറുക്കി കൊടുക്കാമായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. കെ എസ് അരുൺകുമാർ അതെന്തുകൊണ്ട് ചെയ്തില്ല? അതല്ലേ പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കൃത്യമായിട്ട് ആഭ്യന്തരമായിട്ടുള്ള നികുതി വരുമാനത്തിൽ വർധനവ് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്ര മെച്ചം നമുക്കുണ്ടായില്ലേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ? ഞാൻ പറയുന്നത് ചെലവിനെ കുറിച്ചാണ്, വരുമാനത്തെ കുറിച്ചല്ല. ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ചെലവ് ചുരുക്കാൻ വേണ്ടി സർക്കാർ 2.5 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നിയമസഭയിൽ സമ്മതിക്കുമ്പോൾ ഈ 2.5 വർഷം നിങ്ങൾ ചെലവ് ചുരുക്കിയില്ല എന്നത് സ്റ്റേറ്റ്മെന്റ് അംഗീകരിക്കുകയല്ലേ അരുൺകുമാർ? ഒരിക്കലുമല്ല. ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് അനാവശ്യമായിട്ടുള്ള ദൂർത്ത് കാണിക്കുകയോ ചെലവഴിക്കാൻ പാടില്ലാത്ത മേഖലയിലേക്ക് ചെലവഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കൃത്യമായി നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖലകളിലും പരമ്പരാഗത മേഖലകളിലുമെല്ലാം അധിക സമയം ഞാൻ താങ്കൾക്ക് അനുവദിച്ചു എന്നാണ് എന്റെ വിശ്വാസം. കെ പി നൌഷാദ് അലി, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളൊന്നും ഏറ്റുപറയലായിരുന്നില്ല. ഇനി മുന്നോട്ടുള്ള വഴിയിൽ പ്രയോറിറ്റി ഫിക്സ് ചെയ്ത് ഈ സർക്കാർ പോകുന്നതിന്റെ സൂചനയാണ് നമ്മൾ കണ്ടത്. ഈ സാമ്പത്തിക വർഷം തീരുമുമ്പ് 5 ഗഡുക്കളിൽ 2 ഗഡുക്കൾ കൂടി കൊടുത്തു തീർക്കും. എല്ലാ മാസവും കൃത്യമായും പെൻഷൻ കൊടുക്കും. 1600 രൂപ പെൻഷൻ എന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ 3 ഗഡുക്കൾ കൂടി കൊടുക്കും. അപ്പോൾ 5 ഗഡുക്കളുടെ കുടിശ്ശികയും അവസാനിക്കും. തെരഞ്ഞെടുപ്പ് എത്തുന്ന സമയത്ത് ഒരു നയാ പൈസ പോലും ക്ഷേമ പെൻഷനായി കുടിശ്ശിക ഈ സർക്കാരിന് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ 2000 രൂപ പ്രതിമാസം പെൻഷനിലേക്ക് ഈ സർക്കാർ അത് ഉയർത്തുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് വലിയ ബുദ്ധിമുട്ടാവുമല്ലോ അങ്ങനെ വന്നാൽ നൌഷാദ് അലി. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. അത് പ്രതിപക്ഷത്തിന്റെ ഒരു ദുരാരോപണം മാത്രമാണ്. കെ പി നൌഷാദ് അലി, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന വായിച്ചപ്പോഴും കേട്ടപ്പോഴും ഒക്കെ എനിക്ക് തോന്നിയത് ഉപ്പു ചുമന്ന് നടക്കുന്നവനൊരു കപ്പലു കടലിൽ ഇറക്കാൻ മോഹം എന്നൊരു ചൊല്ലാണ്. ഇവിടെ ഇതേ മുഖ്യമന്ത്രി 2021 ജൂണിൽ ഇന്നേക്ക് 3 വർഷം മുമ്പ് ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായിട്ട് കേരള അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു. ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ 2500 രൂപയിലേക്ക് വർദ്ധിപ്പിക്കും, അതിനകത്ത് വീട്ടമ്മമാരെയും വീട്ടു ജോലിക്കാരെയും ഉൾപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് വന്നതാണ് ഈ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ദിനങ്ങളിൽ, ആദ്യ സമ്മേളനങ്ങളിലൊക്കെ. എന്തായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഗതികേടിലേക്കാണ് കേരളം പോകുന്നത്. നമ്മൾ ഏത് നിമിഷവും തകർന്ന് തരിപ്പണമാകാനിടയുള്ള ഒരു മുനമ്പിൻ്റെ ഒരു അങ്ങേ അഗ്രത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അടിയന്തര പ്രാധാന്യമുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വാചാടോപങ്ങളാണ് മുഖ്യമന്ത്രി അനുവർത്തിച്ചു പോരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള പ്രതീക്ഷയ്ക്കും വകയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നിങ്ങൾ നിരന്തരമായിട്ട് ഈ കടമെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഈ 2020 ഒക്ടോബറിലാണ് നടപ്പ് ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ 2021-22 GSDPയുടെ 4%, 2022-23 GSDPയുടെ 3.5%, തുടർന്നുള്ള വർഷങ്ങളിൽ GSDPയുടെ 3% വീതം
കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി നിശ്ചയിച്ചതാണ്. അന്നൊന്നും അതിനെ എതിർത്തില്ല. അതേ ധനകാര്യ കമ്മീഷൻ തന്നെയാണ് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് 38,000-ഓളം കോടി, ഏതാനും ചില കോടികൾ കുറവുണ്ട്, 37,800 ശിഷ്ടം കോടി നമുക്ക് അനുവദിച്ചപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് പറഞ്ഞത് കേരളത്തിന് ലോട്ടറി അടിച്ചു എന്നുള്ളതാണ്. GSTയുടെ കുടിശ്ശികയ്ക്ക് 5 കൊല്ലം നഷ്ടപരിഹാരം തന്ന് തീർത്തു കഴിഞ്ഞതാണ്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇവർ വേവലാതിപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള കേന്ദ്രത്തെ പഴിചാരൽ നടത്തി സ്വന്തം തടി തപ്പുന്നത്. കേന്ദ്രം തീർച്ചയായിട്ടും കേരളത്തോട് അനുഭാവപൂർണമായ ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല. ഈ പ്രത്യേക പരിസ്ഥിതി വെച്ചിട്ടുള്ള ഒരു സഹായഹസ്തം നീട്ടുന്നില്ല എന്നത് വസ്തുതയാണെങ്കിലും നമുക്ക് അവകാശപ്പെട്ടതും നമുക്ക് വിഹിതമായി നൽകിയതും നമുക്ക് നിശ്ചയിച്ചതുമൊക്കെ 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അന്നൊന്നും യാതൊരു തരത്തിലുള്ള പരാതി ഉന്നയിക്കാതെ ലോട്ടറി ആയിട്ട് അതിനെയൊക്കെ വ്യാഖ്യാനിച്ച് കൈയടിച്ച ആളുകളൊക്കെ ഇന്ന് തങ്ങളുടെ എല്ലാവിധ ഭരണപരാജയങ്ങൾക്കും മറ്റാരൊക്കെയോ കുറ്റപ്പെടുത്തി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ബലഹീനതയായിട്ട്, ദൗർബല്യമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ, നിങ്ങൾ എല്ലാ രംഗത്തും ഇവർ വിലയങ്ങ് കുതിച്ച് കയറ്റിയിരിക്കുകയാണ്. എല്ലാ വർഷവും KSEBയിൽ വില വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ചാർജ് വർധന നടത്തുന്ന സർക്കാർ, വെള്ളക്കരം 40% കൂട്ടുന്നൊരു സർക്കാർ, ബസ് ചാർജും ഓട്ടോ ചാർജും ടാക്സി കൂലിയും അനിയന്ത്രിതമായി കൂട്ടുന്നൊരു സർക്കാർ, ഡീസലിനും പെട്രോളിനും സെസ് ഏർപ്പെടുത്തുന്നൊരു സർക്കാർ, LSGDയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരൻ്റെ എല്ലാ വ്യവഹാരങ്ങൾക്കും 30-40 ഇരട്ടിയായിട്ട് ഫീസ് വർദ്ധിപ്പിച്ചൊരു സർക്കാർ, സപ്ലൈകോയെ ഇല്ലായ്മ ചെയ്യുന്ന, ലൈഫ് ഭവന പദ്ധതി ലക്ഷ്യം വെച്ചതിൻ്റെ 14% മാത്രം പൂർത്തിയാക്കിയ, KSRTCയും വാട്ടർ അതോറിറ്റിയും KSEBയും ഒക്കെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന, പെൻഷനും ശമ്പളവും പരിഷ്കരിക്കാത്ത, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാസങ്ങളോളം കുടിശ്ശിക വരുത്തുന്ന, മൊത്തത്തിലാകെ തുകയിൽ വട്ടപൂജ്യമായ ഒരു പാപ്പർ സ്യൂട്ട് സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അവർക്ക് കേരളത്തെ രക്ഷിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികളുണ്ടെങ്കിൽ അതൊരു കായകൽപ്പ ചികിത്സയാണ് അവർ നടപ്പിലാക്കേണ്ടത്. അതിനുള്ള ഇച്ഛാശക്തിയാണ് ഭരണാധികാരി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടിപ്പിക്കേണ്ടത്. അതിന് പകരം ഇപ്പോഴും അദ്ദേഹം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ അയവിറക്കുകയും അത് വിൽപ്പനയ്ക്ക് വെക്കുകയും അതിലാരെങ്കിലുമൊക്കെ വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് ചോദ്യമേ ഇന്ന് പ്രധാനമായും മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം നടത്തിയ പ്രസ്താവനയിൽ പറയുന്ന ഒരു ഭാഗം ഇതാണ്: സംസ്ഥാന സർക്കാരിന്റെ തനത് റവന്യൂ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം കിഫ്ബിക്കായി നീക്കിവെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എല്ലാ ഇടപെടലുകളും നടത്തി വന്നത്. എന്നാൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി മുൻകാല പ്രാബല്യത്തോടെ പരിഗണിച്ചെന്ന സമീപനം 12,560 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളത് അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, ഇതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്കൊരു ഡിബേറ്റ് ആവശ്യമാണ്. ഇത് ഓഫ് ബജറ്റ് ബോറോയിങ്ങിനെ പൊതുകടത്തിന്റെ ഭാഗമാക്കി മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ നയം മാറ്റമാണ് അതിൽ പ്രതിഫലിക്കുന്നത്. ഒരുപാട് സംസ്ഥാനങ്ങൾ നയമാറ്റത്തിന്റെ ഇരകളാണ്, ഒരു തർക്കവും അതിനകത്തില്ല. അല്ല, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയമാറ്റങ്ങളെ എങ്ങനെ നമുക്ക് അനുകൂലിക്കാൻ കഴിയും? ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനമാണ് അതിൽ ഏറ്റവും വലിയ ഇര എന്നുള്ളതാണ് എൻ്റെ അറിവ്. തീർച്ചയായിട്ടും അവിടുത്തെ ചില കക്ഷികളുടെയൊക്കെ പിന്തുണ കൊണ്ട് താങ്ങി നിർത്തപ്പെടുന്ന ഒരു സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ആ നയമൊക്കെ മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിതമാവുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നത് KP നൗഷാദ് അലി ഇന്ന് പ്രധാനമായിട്ടും ബാക്കിയുള്ള കണക്കുകളും ധനകാര്യ കമ്മീഷന്റെ കണക്കുകളിൽ 1.92 കുറഞ്ഞതും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കണക്കായി മുഖ്യമന്ത്രി പറയുന്നത് താങ്കൾ തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഈ കണക്കാണ്. കേരളത്തിന് ഒരു വർഷം 12,590 കോടി രൂപ വായ്പാ പരിധി വെട്ടിക്കുറച്ചെങ്കിൽ ആ പണം വേണ്ട കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ. 10,800 കോടി രൂപയുണ്ടെങ്കിൽ 12 മാസവും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റും കേരളത്തിന്. അപ്പോൾ അത് കൊടുക്കാതെ പോകുമ്പോൾ നിങ്ങൾ കേരളത്തെ പഴി പറയുന്നത് എന്തിനാണ് എന്നതാണ് ഭരണപക്ഷം ചോദിക്കുന്നത്. KP നൗഷാദ് അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ കിഫ്ബിയും ഓഫ് ബജറ്റ് ബോറോയിങ്ങും മാത്രമല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ അത് GSDPയുമായി ബന്ധപ്പെട്ട ശീർഷകങ്ങളിലാണ് കടമെടുക്കാൻ കഴിയുക. അത് 2020 ഒക്ടോബറിൽ ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് 12,000 കോടി രൂപ.
അല്ല, ഇത് ഓഫ് ബജറ്റ് ബോറോയിങ്ങുമായി ബന്ധപ്പെട്ട് അതിന് വലിയ ഡിബേറ്റ് ആവശ്യമുള്ള ഒന്നാണ്. ഓഫ് ബജറ്റ് ബോറോയിങ്ങും പൊതുകടത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ കടമെടുത്ത് പിണറായി വിജയൻ താൽക്കാലികമായിട്ട് കാര്യങ്ങൾ നിവർത്തിച്ച് മുന്നോട്ട് അതാണ് നിങ്ങളുടെ നിലപാട്. കടമെടുത്ത് പോകുന്നതോ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനോ കോൺഗ്രസ് അനുകൂലിക്കുന്ന പരിപാടിയേ ഇല്ല എന്നതാണ്. ഞാനൊരു സംശയം തിരിച്ചു വയ്ക്കട്ടെ കെ പി നൗഷാദ് അലി. ഈ 600 രൂപ വീതം 18 മാസക്കാലം പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നിന്ന് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ ചട്ടപ്രകാരം എ കെ ആന്റണിയുടെ കാലത്ത് 28 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കണക്കുകൾ മുന്നിൽ വെച്ച് നോക്കിയാൽ ഈ 5 ഗഡുക്കൾ വരുന്ന 2 സാമ്പത്തിക വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ലേ കെ പി നൗഷാദ് അലി? ഒരു കാരണവശാലും ഇല്ലല്ലോ അരുൺ. കാരണം ഈ പച്ച നുണകളൊക്കെ കേരള നിയമസഭയിൽ ഇതിനോടകം പൊളിഞ്ഞടുങ്ങി തകർന്നു വീണതാണ്. ഇവിടെ പെൻഷൻ നിരന്തരമായിട്ട് മുടങ്ങുമ്പോൾ ഇവർ എ കെ ആന്റണിയുടെ കാര്യം, ഇവര് ഉമ്മൻചാണ്ടിയുടെ കാര്യം, ഇവരേതായാലും ആർ ശങ്കറിന്റെയും അച്യുതമേനോന്റെയും ഒന്നും കാര്യം എന്താണ് പറയാത്തത്? പട്ടംതാണു പിള്ളയുടെ കാര്യം എന്താ പറയാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ UDF കാലത്ത് ഇത്രയായിരുന്നു പെൻഷൻ കൊടുക്കാൻ പിന്നെ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ മൊത്തം സം ഓഫ് ദ എമൗണ്ട് എന്നിവർ പറയുമ്പോൾ ഇവരൊന്നും ആർ ശങ്കറിന്റെ കാലത്ത് അതിലൊരു 25 കോടിയേ വരുള്ളൂ. കരുണാകരന്റെ കാലം വന്നാൽ അതൊരു 50 കോടിയേ വരുള്ളൂ. എന്താ അവര് പറയാത്തത്? ഇവരെ അധികാരത്തിലെത്തിയത് എന്തിനാ? മുൻകാല സർക്കാരുകളായിട്ട് താരതമ്യപ്പെടുത്തി ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: 2021 ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനപരമായ നയങ്ങൾ കാരണം വലിയ തോതിലുള്ള പണഞ്ഞെരുക്കം അനുഭവപ്പെടുകയുണ്ടായി. ഇതിപ്പോഴും തുടരുകയാണ്. കേന്ദ്രത്തെ പഴിചാരി സംസ്ഥാന സർക്കാർ വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ല. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ കണക്കുകൾ പറയുന്നുണ്ട്, ഞാനെല്ലാം വായിക്കുന്നില്ല. പല ഘട്ടങ്ങളിലായി സംസ്ഥാനത്തിന് അനുകൂലമല്ലാത്ത നിലപാട് കേന്ദ്രം സ്വീകരിച്ചതുകൊണ്ടാണ് ഇതൊന്നും കൊടുക്കാൻ കഴിയാഞ്ഞത്. എങ്കിലും ഞങ്ങൾ കൊടുക്കുമെന്ന് മാത്രവുമല്ല, 1600 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ 2000 രൂപയിലേക്കോ 2500 വർദ്ധിപ്പിക്കുമെന്ന സൂചനയും നൽകുന്നു മുഖ്യമന്ത്രി. എങ്ങനെയാണ് ഈ പ്രസ്താവനയെ കാണേണ്ടത് JR പത്മകുമാർ? താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അതിന് ഉത്തരമുണ്ട്. കാരണം സ്വന്തം കഴിവുകേട് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരാളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു കേന്ദ്രം തന്നില്ലെങ്കിലും ഞങ്ങളത് കൊടുക്കും എന്ന്, ഞങ്ങളത് കൊടുക്കാൻ കഴിയും എന്നുള്ളത്. എങ്കിൽ നേരത്തെ ആ ഒരു ശ്രമം നടത്താതിരുന്നതൊരു അക്ഷന്തവ്യമായൊരു കുറ്റമല്ലേ? മുഖ്യമന്ത്രി ഇത് നിരവധി തവണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സാമ്പത്തികം കേന്ദ്രം ഞെരുക്കുന്നു നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആ സെയിം കാര്യങ്ങളാണ് വീണ്ടും ഇപ്പോൾ അരുൺകുമാർ ഉൾപ്പെടെ ഈ ചാനൽ ചർച്ചയിൽ പറയുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ നല്ല രസമുള്ള കാര്യമാണ്, കേൾക്കാൻ വളരെ സുഖമുള്ള കാര്യമാണ്. നൗഷാദ് അലി പറഞ്ഞതുപോലെ നിരവധി തവണ നിയമസഭയിൽ ഈ കാര്യങ്ങൾ അദ്ദേഹം ഭരണം ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം വളരെ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത് വെള്ള പേപ്പറിനകത്ത് പഞ്ചസാര എന്ന് എഴുതി വെച്ചിട്ട് രുചിച്ചു നോക്കിയാൽ അത് മധുരിക്കില്ല, പഞ്ചസാര ആണെങ്കിൽ മാത്രമേ മധുരിക്കൂ. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് ആളുകളെ സൂചിപ്പിക്കുക എന്നുള്ളൊരു നിലപാടിലാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പെൻഷൻ കൂടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്, സന്തോഷകരമായ കാര്യമാണ്. ക്ഷേമ പെൻഷൻ കൂടുതൽ കൊടുക്കണം, കഴിയുമെങ്കിൽ കൊടുക്കണം. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ നമുക്കത് എങ്ങനെ കൊടുക്കാൻ കഴിയും, ജനങ്ങൾ കൊടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ വരവും ചിലവും മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടത്. കേരളത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു വലിയ ഗൗരവതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോകുമ്പോൾ ഈ ഇങ്ങനെയുള്ള പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ നിലനിർത്തുകയോ അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കുകയോ നമ്മുടെ സാമ്പത്തിക മേഖലയെ കൂടുതൽ ബലഹീനമാക്കുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകും എന്നുള്ളതിൽ യാതൊരു മൂലധന നിക്ഷേപം ശേഷം എങ്ങനെയുണ്ടായി? അത് ഉത്തരം കണ്ടെത്തേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ കൊണ്ടാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകണം. 2004 മുതൽ 2014 വരെ ഈ സംസ്ഥാനത്തിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ 2004 മുതൽ 2014 വരെ ഈ സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ള നമ്മുടെ ടാക്സ് ഗവൺമെന്റിന്റെ സഹായം, ഗ്രാൻഡ് ആയാലും എയ്ഡ് ആയാലും നികുതി വിഹിതമായാലും ഇതൊന്ന് കണക്കാക്കണം.
അതേസമയം 2014 മുതൽ 24 വരെ NDA ഗവൺമെൻറ് വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഏതൊക്കെ രീതിയിലാണ് ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഉള്ള കോമ്പൻസേഷൻ, മറ്റ് GST എല്ലാം നമ്മൾ ഒരു പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പൊള്ളത്തരം. ഞാൻ ഓരോന്നായിട്ട് കാര്യം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഇവർ പറയുന്ന കാര്യം പ്രധാനമായിട്ട് പറയുന്നത് കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞല്ലോ, ബഡ്ജറ്റ് ബാറോയിങ്ങിനെ സംബന്ധിച്ച് നമ്മുടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആ സ്റ്റേറ്റുകളുടെ ഫിനാൻഷ്യലിനെ സംബന്ധിച്ച് മോണിറ്റർ ചെയ്യും. കേന്ദ്രം മോണിറ്റർ ചെയ്യും, RBI മോണിറ്റർ ചെയ്യും, CAG മോണിറ്റർ ചെയ്യും. അപ്പോൾ അപകടകരമായ ഒരവസ്ഥയിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ അത് മൊത്തത്തിൽ യൂണിയനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ റെസ്ട്രിക്ഷൻ വരും. അത് ഭരണഘടനാപരമായിട്ടുള്ള റെസ്ട്രിക്ഷനാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം നിലപാടല്ല. നമുക്കറിയാം, ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് ഓരോ വർഷവും എത്രയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ടത്. അതിനൊരു കാറ്റഗറി ഉണ്ട്. അതിന് ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനങ്ങളിലേക്ക് വരും. MLA മാരെ, MP മാരെ, മറ്റ് ജനപ്രതിനിധികളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെ, മുഖ്യമന്ത്രിയെ, പ്രതിപക്ഷ നേതാവിനെ എല്ലാവരെയും കണ്ട് ചർച്ച ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത്. അല്ലാതെ ഒരു ദിവസം മോഡി കേന്ദ്ര പ്രധാനമന്ത്രി ഇരുന്നുകൊണ്ട് സംസ്ഥാനത്തിന് ഇത്ര കൊടുക്കുക എന്നുള്ള ടാക്സ് റെവല്യൂഷൻ ആയാലും സർക്കാർ 2021 ഭരണ തുടർച്ച നേടിയത് ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നും സ്കൂളുകളും ആശുപത്രികളും മെച്ചപ്പെട്ടതാക്കിയുമാണ് എന്ന തിരിച്ചറിവ് മറ്റാരേക്കാളും അധികം BJPക്കുണ്ടായി. അതുകൊണ്ട് ഇനി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നേരെ ക്ഷേമ പെൻഷന്റെ കഴുത്തിൽ കയറി പിടിച്ചു. അതാണ് കിഫ്ബിയുടെ കഴുത്തിൽ കയറി പിടിച്ചത്. പെൻഷൻ കൊടുക്കുന്നു 1600 പേർക്ക്, അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. കേന്ദ്ര സർക്കാർ സഹിക്കുന്നില്ല. അങ്ങനെ പെൻഷന്റെ ബോർഡിന്റെ കഴുത്തിൽ കയറി പിടിച്ചു. രണ്ടിന്റെയും കൂടി കടമെടുത്ത് നേരെ കേരള സർക്കാരിന്റെ തലയ്ക്ക് വെച്ചിട്ട് അത് 2016 മുതലുള്ള ഒരു വലിയ കുടിശ്ശികയായി നിങ്ങൾ മുൻകാല പ്രാബല്യത്തോടു കൂടി കൊണ്ടുവന്നു. കേട്ടുകേൾവിയുണ്ടോ JR പത്മകുമാർ? ഇത് കേന്ദ്ര സർക്കാരിന് എടുക്കാം, NHAയുടെ പേരിൽ പുറത്തുനിന്ന് എടുക്കാം, സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അതെന്ത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, BRBM ആക്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിനെ സംബന്ധിച്ച് അറിയാമല്ലോ. അതിൽ വ്യവസ്ഥയുണ്ട്. അതിൽ കൂടുതൽ കടം വാങ്ങേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഭരണഘടനാപരമായിട്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. പെർമിഷൻ കൊടുക്കുന്നത് കണ്ടീഷണലാണ്. ചില മേഖലകളിൽ നിങ്ങൾക്ക് കടമെടുക്കാം, അത് ഇന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ആ കണ്ടീഷണൽ ഇപ്പോഴും അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ വ്യതിചലിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, 2019 മുതൽ 20 വരെ കടമെടുത്തതിൻ്റെ 3.85% മൂലധന നിക്ഷേപത്തിലേക്ക് വന്നത്. 22-23 കടമെടുത്തതിൻ്റെ 0% മൂലധന നിക്ഷേപം. അപ്പോൾ എന്തിനാ കടമെടുക്കുന്നത് സാലറി കൊടുക്കാനെന്നുള്ള നിലയിലും പലിശ കൊടുക്കാനെന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ അത് അനുവദനീയമല്ല. മാത്രമല്ല ഓഫ് ബഡ്ജറ്റ് ബാറോയിങ്ങിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം, ബഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ റവന്യൂയിലേക്ക് വരേണ്ട പൈസ, മോട്ടോർ ടാക്സിൻ്റെ 50% കിഫ്ബിയിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തെ റവന്യൂ വരുമാനത്തിലേക്ക് വരേണ്ടതാണ്. പെട്രോളിയം സെസ് ഏർപ്പെടുത്തി, അത് എവിടേക്കാണ് വരേണ്ടത്? അത് കിഫ്ബിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കിഫ്ബിയിലേക്ക് ഈ സ്റ്റേറ്റിൻ്റെ വരുമാനം വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയും ഭരണഘടനാപരമായി അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ട്രഷറി പൂട്ടേണ്ട സമയം വരുമ്പോൾ ഈ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് കടമെടുപ്പിച്ച് യാതൊരു ആവശ്യമില്ലാതെ കടമെടുപ്പിച്ച് ഈ ട്രഷറി കൊണ്ടിട്ട് ട്രഷറിയെ തൽക്കാലം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഇതിലെ ഒരു സാച്ചുറേറ്റഡ് സ്റ്റേജിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയേക്ക് ഇത് ചെയ്യുമ്പോൾ ഇത് മോണിറ്റർ ചെയ്യാനൊരു ഫിനാൻഷ്യൽ ഏജൻസി ഈ രാജ്യത്തില്ലേ? അത് എല്ലാ സംസ്ഥാനത്തിനും തുല്യമല്ല, അതിൽ രാഷ്ട്രീയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രീതിയിൽ ഭരണഘടനാപരമല്ല നിയമപരമല്ലാതെ സംസ്ഥാനത്തെ വലിയ രീതിയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുള്ള റെസ്ട്രിക്ഷൻ ഭരണഘടനാപരമല്ല എന്നൊന്നും വിധിച്ചിട്ടില്ല. ഈവൻ കോടതി പോലും അത് കണ്ടെത്തിയിട്ടില്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ടും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടും റിസർവ് ബാങ്കിന് നമുക്ക് കിട്ടിയതല്ലേ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സാങ്കേതികത്വം നിറഞ്ഞ വാദമാണ്. എന്റെ മുന്നിലുള്ള ചോദ്യം ഇതാണ്. കേന്ദ്രം പണം ഞെരുക്കം നടത്തുന്നു 2021 ശേഷം. ശരിയാണ്, നമ്മുടെ ബഡ്ജറ്റിൽ നമ്മളുടെ കേന്ദ്ര വിഹിതത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഇത് CPM-ന്റെ കള്ളപ്രചരണമാണ്. അല്ല, ഇടിവുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയല്ലേ. 12,680 കോടി രൂപ കേന്ദ്രം വായ്പാ പരിധി വെട്ടി കിഫ്ബിയുടെയും പെൻഷൻ ഫണ്ടിന്റെയും പേരിലാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ അത് വാസ്തവമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ഗ്യാരണ്ടി ഇപ്പോ സംഘടനകളുടെ CDPQ കിഫ്ബിയിൽ നിക്ഷേപിച്ചു. ഇത് സ്റ്റേറ്റിന് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി ഈ പൈസ ആരാ കൊടുക്കേണ്ടത്? NHAയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നടത്തിയാൽ ആരാ കൊടുക്കേണ്ടത്?
അല്ലല്ല, അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉണ്ട്. ആ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ ട്രാൻസ്പോർട്ടിന്റെ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പൈസ കേരളത്തിലെ നിയമസഭ പാസാക്കിയ ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ കിഫ്ബി പിരിച്ചെടുക്കുന്നതിന്റെ ടാക്സിന്റെ ഒരു ശതമാനം കിഫ്ബി ഫണ്ടിലേക്ക് മാറ്റിവെച്ച് പുനരുൽപ്പാദിപ്പിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതല്ല ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകളും മുന്നിൽ നിർത്തിയാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്. അപ്പോൾ തിരിച്ചടയ്ക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ആശയമേ അതിൽ വരുന്നില്ല. മാത്രമല്ല അത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ വേട്ടയാടിയത് കൊണ്ടാണ് ഇതുവരെ ഈ കുടിശ്ശിക വന്നത്. പക്ഷേ ആ കുടിശ്ശിക ഞങ്ങൾ തീർക്കാൻ പോകുന്നു. അതിനിതാ ഞങ്ങൾ മുണ്ടുമുറുക്കി എടുക്കും, എല്ലാ ചെലവുകളും നിയന്ത്രിക്കാൻ പോകുന്നു, എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകാൻ പോകുന്നു എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അത് സ്വാഗതം ചെയ്യേണ്ടേ ജെ ആർ പത്മകുമാർ? നിങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണ്ടതാണ് സ്വാഗതം ചെയ്യുക. അത് ആ രീതിയിൽ നേരത്തെ തോന്നേണ്ട ബുദ്ധി അത് നേരത്തെ തോന്നേണ്ട ബുദ്ധിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല സെൻട്രൽ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ആദ്യം ധനകാര്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ എത്ര 57,000 കോടി രൂപ കേന്ദ്രം പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവസാനം കണക്ക് ഓരോ ദിവസവും മാറി അവസാനം എത്രയിലെത്തി? അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ശരി, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നേരത്തെ കുടിശ്ശികയൊക്കെ കൃത്യസമയത്ത് കൊടുത്താൽ പോരെ എന്നാണ് ജെ ആർ പത്മകുമാർ ചോദിക്കുന്നത്. അതിലെല്ലാത്തിനും കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് എത്ര കാലം പോകാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ ചർച്ചയിൽ ചോദിച്ചതുപോലെ ഒരു ചീഫ് സെക്രട്ടറി ഭരിച്ചാൽ പോരെ നമ്മുടെ നാട്? ഒരു മുഖ്യമന്ത്രി എന്തിനാണ്? ഇടതുപക്ഷ സർക്കാർ എന്തിനാണ്? അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ഇപ്പോൾ ഈ സർക്കാരിന് വന്നിരിക്കുന്ന തിരിച്ചറിവ് കഴിഞ്ഞ 2.5 വർഷക്കാലം ഇല്ലാതെ പോയത് എന്തുകൊണ്ട് എന്നതല്ലേ പ്രതിപക്ഷം നിങ്ങളെ നിയമസഭയിൽ തുടർച്ചയായി ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഡോക്ടർ അരുൺ, ഈ ചോദ്യം ചോദിച്ചത് നന്നായി. നേരത്തെ അറിഞ്ഞാൽ പോരായിരുന്നോ എന്നതാണല്ലോ BJPയുടെ പ്രതിനിധി ചോദിച്ചത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുകയാണ്. നിങ്ങൾ കിഫ്ബിയുടെ പേരിലെടുക്കുന്ന കടവും പെൻഷൻ കമ്പനിയുടെ പേരിലെടുക്കുന്ന കടവും അടുത്ത മാസം മുതൽ അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഞങ്ങൾ നിങ്ങളുടെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തും എന്ന് പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും അല്ലെങ്കിൽ ഒരു മാസം മുമ്പെങ്കിലും നമുക്കറിയാം അടുത്ത വർഷം മുതൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണെന്ന്. എങ്ങനെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും നിങ്ങൾ കിഫ്ബിയുടെ പേരിലെടുത്ത വായ്പയും പെൻഷൻ ഫണ്ട് ബോർഡിന്റെ പേരിൽ പെൻഷനായി വിതരണം ചെയ്ത തുകയും നിങ്ങളുടെ സംസ്ഥാന കടത്തിന്റെ പേരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ അത് ഉൾപ്പെടുത്തി പ്രഖ്യാപനം നടത്താൻ കേന്ദ്ര ഗവൺമെന്റിന് എന്താണ് അധികാരം? അവിടെയല്ലേ പണി പാളിയത്, അവിടെയല്ലേ കണക്കുകൂട്ടലുകൾ തെറ്റിയത്. അങ്ങനെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ഇത്തരത്തിൽ കണക്കുകൂട്ടൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇത് മാനേജ് ചെയ്യാൻ ശേഷിയുള്ള ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിലുള്ളത്. ഈ പ്രളയകാലത്ത് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഓഖി ദുരന്തം, നിപ വൈറസ്, അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിലും പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തില്ലേ? പെൻഷൻ വർദ്ധിപ്പിച്ചില്ലേ? 600-ൽ നിന്ന് 1600-ആയി. ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയും DAയും എല്ലാം ഈ കോവിഡ് കാലത്ത് വരെ നമ്മൾ വർദ്ധിപ്പിച്ചില്ലേ? പ്രളയകാലത്തും വർദ്ധിപ്പിച്ചില്ലേ? അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും മാനേജ് ചെയ്ത് ഏറ്റവും ഗംഭീരമായി മുന്നോട്ട് പോയപ്പോഴല്ലേ നിങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലുള്ള ഭരണ തുടർച്ച ഇവിടെ ഉണ്ടായത്? ഈ റിട്രോസ്പെക്റ്റീവ് എഫക്ട് വന്നതാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം. BJPയുടെ ബഹുമാനപ്പെട്ട പ്രതിനിധി മനസ്സിലാക്കണം, ഇത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ നടപ്പാക്കിയിട്ടില്ല. കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ചിറ്റമ്മ നയം. കാരണം പ്രളയകാലത്ത് ഇങ്ങോട്ട് സഹായം വന്നപ്പോഴും കോവിഡ് കാലത്ത് ഇങ്ങ് സഹായം വന്നപ്പോഴും അതുപോലെ പ്രളയകാലത്ത് കൊടുത്ത അരിക്ക് പണം ചോദിച്ചും ഹെലികോപ്റ്റർ വന്ന് പാവപ്പെട്ട സ്ത്രീകളെ രക്ഷിച്ചപ്പോഴും എല്ലാം നിങ്ങൾ ഇതേ നയം തന്നെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പാക്കാൻ നിങ്ങൾ പല റിട്രോസ്പെക്റ്റീവ് എഫക്റ്റും നടപ്പാക്കും. 2016 മുതൽ നടപ്പാക്കിയ അല്ലെങ്കിൽ വിതരണം ചെയ്ത പെൻഷന് വരെ നിങ്ങൾ ഇത്തരത്തിൽ പല മാനദണ്ഡങ്ങളും കൊണ്ടുവരും. ഒന്ന് അവിടെ നിൽക്കട്ടെ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, അങ്ങ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. ഇവിടെ കിഫ്ബിയും പെൻഷൻ ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12,560 കോടി രൂപ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കുറവ് വന്നു. ഇവിടെ പെൻഷൻ കൊടുക്കാൻ ഒരു മാസം വേണ്ടത് വെറും 992 കോടിയാണ്. ഈ പണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ പണം മെച്ചമല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ വരുമായിരുന്നോ? ആ ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങ് എന്താ പറഞ്ഞത്? ശരിക്കും കോൺഗ്രസിന്റെ പ്രതിനിധി തെന്നി മാറുകയാ. ഇത് തന്നെയാണ് കർണാടകത്തിൽ ചെയ്തത്. കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞ് ഡൽഹിയിൽ കേരളത്തിലെ ഇടതുപക്ഷം നടത്തിയ സമരത്തോടൊപ്പം അതിന്റെ തലേ ദിവസം പോയി സമരം നടത്തി. സുപ്രീം കോടതിയിൽ ഇപ്പൊ കേസ് കൊടുക്കാൻ പോവുകയാണ്.
പല സംസ്ഥാനങ്ങളെയും ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ഇങ്ങ് ഉള്ളിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് കോൺഗ്രസിന് പ്രത്യേക നയമാണ്, പുറത്ത് വേറെ നയമാണ്. കാരണം കേരളം എങ്ങനെയെങ്കിലും സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി പോകട്ടെ, ഇവിടെ പെൻഷൻ കിട്ടാതെ ആളുകൾ വലഞ്ഞോട്ടെ, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടട്ടെ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാതിരിക്കട്ടെ. ഇവിടെ പറഞ്ഞല്ലോ ഒരു നേതാവ്, കോൺഗ്രസിന്റെ നേതാവ്, ഇനിയും പ്രളയം വരും, അതുപോലെ കാലം മോശമായി വരും, പ്രതിസന്ധി വരും, അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രതിസന്ധി വരുമെന്നെല്ലാം കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രധാനപ്പെട്ട ചാനലിൽ വന്ന് ഇരുന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധമുണ്ട്, ഭാവിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് വെച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കറിയാം. ഏത് പ്രതിസന്ധിയെയും ഞങ്ങൾ അതിജീവിക്കും. പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യും, പശ്ചാത്തല സൗകര്യ വികസനം ഞങ്ങൾ നടപ്പാക്കും. പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കി 2021 പോലെ പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ വർഷവും പുറത്തിറക്കി ഞങ്ങൾ മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ ശേഷിയുള്ള ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. കാരുണ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NHM-ന്റെ കീഴിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം ഏകദേശം 600 കോടിയോളം രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. എന്താണ് ആ കുടിശ്ശിക വരാൻ കാരണം? സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചക്രത്തിൽ പോരാട്ടമായിരുന്നു. ബ്രാൻഡിംഗ് ആയിരുന്നു പ്രധാനപ്പെട്ട വിഷയം. ആയുഷ്മാൻ എന്ന് എഴുതാൻ കേരള സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അങ്ങനെ ബ്രാൻഡിംഗ് കൊടുക്കാൻ കേരള സംസ്ഥാന സർക്കാർ ആദ്യം തീരുമാനിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ബ്രാൻഡിംഗ് നടപടിയുമായി പോകുന്നുവെന്ന് കാണുന്നു. കേന്ദ്ര സർക്കാർ പണം റിലീസ് ചെയ്യുന്നു. നോക്കൂ, അതുകൊണ്ട് ആരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചത്? അരുൺകുമാർ, ഇവിടുത്തെ ആശുപത്രികളിൽ വന്ന് സാധാരണക്കാരായ ആളുകൾ കാസ്പുമായി കാത്തുനിന്നു. കാരുണ്യയുടെ ബെനവലൻ ഫണ്ടിൽ നിന്ന് അവർക്ക് പണം കിട്ടാത്ത സാഹചര്യമുണ്ടായി. നിങ്ങൾ ബ്രാൻഡിങ്ങിന്റെ പേരിൽ പിടിച്ച മസിലാണ് ഇവിടുത്തെ ആശുപത്രികളിൽ സാധാരണക്കാരന് ചികിത്സ നിഷേധിച്ചത്. അരുൺകുമാർ, ഇപ്പോൾ നിങ്ങൾ നയം മാറ്റി, ബ്രാൻഡിംഗ് ആകാമെന്ന നിലപാടെടുത്തു. ബ്രാൻഡിംഗ് വന്നു തുടങ്ങി, പണവും വന്നു തുടങ്ങി. ഇത് നേരത്തെ തീരുമാനമെടുത്ത സാധാരണക്കാരന് ഗുണം കിട്ടുമായിരുന്നില്ലേ? ഡോക്ടർ അരുൺ, നിങ്ങൾ അതിനെ കാരുണ്യ പദ്ധതിയുമായിട്ട് മാത്രം ചുരുക്കി കാണരുത്. കേന്ദ്ര ഗവൺമെന്റുമായി ഇപ്പൊ ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷത്തിലധികം പേർക്ക് വീട് കൊടുക്കുന്നു. ഏകദേശം കുറച്ചുകൂടെ പൂർത്തീകരിക്കാനുള്ളൂ. ഇന്ന് അതിന്റെ കണക്കുകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ വീടിന്റെ മുന്നിൽ ഈ വീട് അനുവദിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഞാൻ അതിലേക്ക് പോയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് കാരുണ്യയും ഈ പറയുന്ന NHM-ന്റെ കീഴിലുമുള്ള കേന്ദ്ര ഫണ്ടിന്റെ കാര്യം, അത് ബ്രാൻഡിങ്ങിന്റെ പേരിലല്ലേ മുടങ്ങിയിരുന്നത്? അരുൺ, ആ ബ്രാൻഡിംഗ് ഇപ്പോൾ നിങ്ങൾ അനുവദിച്ചല്ലോ, അത് നേരത്തെ അനുവദിക്കാമായിരുന്നില്ലേ? അതാണ് അല്ല മിസ്റ്റർ അരുൺ, ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻ ഹോൾ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചോദിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് മാത്രം മറുപടി പറയുക. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ജനവിരുദ്ധ നയങ്ങളും അതുപോലെ ഇത്തരത്തിൽ ഏറ്റവും ചപലമായിട്ടുള്ള നയങ്ങളും ഒന്നും ചർച്ചയാക്കരുത്. നോക്കൂ, അവിടെ കേന്ദ്രത്തിന്റെ വിഹിതം നാമമാത്രമാണ്. പക്ഷേ കാരുണ്യയുടെ കാര്യത്തിലോ NHM-ന്റെ കാര്യത്തിലോ അതല്ല. കേന്ദ്രം ആ പണം തരണം, കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. ആ കേന്ദ്രത്തിന്റെ പദ്ധതിയുടെ വിഹിതം നമുക്ക് കിട്ടണ്ടേ? അത് ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രയോറിറ്റി കാര്യമല്ലേ? അവിടെ നിങ്ങൾ നിലപാട് മാറ്റി. അത് നേരത്തെ ആയിക്കൂടായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ഇതാണ് നേരത്തെ നൗഷാദ് അലിയും പ്രതിപക്ഷവും ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ വിവേകം വരുന്നു, തിരുത്തി തുടങ്ങുന്നു. ഇല്ല, ഒറ്റ കാര്യയുടെ 1 മിനിറ്റ് താങ്കൾ ഇടപെടരുത്. ഇവിടെ വാർദ്ധക്യകാല പെൻഷൻ ഉണ്ട്. അത് 79 വയസ്സ് വരെയുള്ളവർക്ക് 200 രൂപയാണ് കേന്ദ്ര വിഹിതം. എത്ര പേർക്ക് കൊടുക്കണ്ടെന്നറിയോ? ആകെ 3.4 ലക്ഷം, 3.5 ലക്ഷം പേർക്കേ കൊടുക്കുന്നുള്ളൂ. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് കേന്ദ്ര വിഹിതം 500 രൂപയാണ്. അത് 66,000 പേർക്കേ കൊടുക്കുന്നുള്ളൂ. അതുപോലെയുള്ള പെൻഷന് പോലും കേന്ദ്രത്തിന്റെ പെൻഷൻ കിട്ടുന്നത് ആകെ ഈ 62 ലക്ഷത്തിൽ വെറും 6 ലക്ഷം പേരാണ്. 62 10-1 പേര് പോലുമില്ല. പക്ഷെ ഈ പെൻഷൻ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ആണ് തരുന്നതെന്ന് BJP-യുടെ പ്രതിനിധികൾ എല്ലാ വീട് കയറിയും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ കാരുണ്യ പദ്ധതി ആയാലും ആ കൃത്യമായിട്ട് ആശുപത്രികളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം പേര് മാറ്റണം, കളർ മാറ്റണം, പെയിന്റ് മാറ്റണം. മറ്റു തരത്തിൽ ഒരു തരത്തിലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ നടപ്പാക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുമ്പോൾ അതിനെ എതിർക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന ചുരുക്കം ഗവൺമെന്റുകളാണ് കേരളത്തിലുള്ളത്. അത് നേരത്തെ ആകാമായിരുന്നില്ലേ? ഈ കോടിക്കണക്കിന് രൂപ സാധാരണക്കാർക്ക് ചികിത്സയ്ക്ക് ലഭ്യമാകുമായിരുന്ന തുക നിങ്ങൾ കാരണം മുടങ്ങിയില്ലേ എന്നതാണ് വിമർശനം. അല്ല, ആ വിമർശനങ്ങളെ ഞങ്ങൾ കൃത്യമായി തന്നെ അഡ്രസ് ചെയ്തല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരു ലൈഫ് മിഷൻ അടക്കം നമുക്ക് ചർച്ച ചെയ്യപ്പെടാം. ഒപ്പം തന്നെ കേന്ദ്രത്തിലെ വിഹിതം നാമമാത്രമാണ് എന്നത് മറച്ചു വയ്ക്കുന്നത് നമുക്ക് ചർച്ചയ്ക്കെടുക്കാം. എല്ലാം ശരിയാകുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം നൗഷാദ് അലി, കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധി JR പത്മകുമാറും അരുൺകുമാറും തുടരുന്നു. നൗഷാദ് അലി, നേരത്തെ അരുൺകുമാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്നതിനോടൊപ്പം നോക്കൂ, നിങ്ങൾ പറയുന്നു ഈ സർക്കാർ ധൂർത്ത് നടത്തി, ഈ സർക്കാരിൻ്റെ ഭരണപരാജയമാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ദയനീയമായി പരാജയപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ പറയുന്നു. എനിക്ക് മറിച്ചൊരു ചോദ്യമുള്ളത്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും. നിങ്ങളായിരുന്നു ഭരിച്ചതെങ്കിൽ
₹1200 രൂപ വീതം മാസം പെൻഷൻ 62 ലക്ഷം ആളുകൾക്ക് നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിലേക്കുള്ള ഈ ഏകദേശം 10,800 കോടിയോളം രൂപ നിങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തുമായിരുന്നു? തനത് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ 56% വർധനവ് ഈ സർക്കാർ ഉണ്ടാക്കി എന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എൻ്റെ ചോദ്യം. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ എങ്ങനെ സ്ഥിതി മെച്ചപ്പെടുത്തുമായിരുന്നു എന്ന ചോദ്യവും പ്രസക്തമല്ലേ നൗഷാദ് അലി? അപ്പോൾ നിങ്ങളിങ്ങനെ ഇരുട്ട് പടർപ്പിത്തല്ലുകയാണ്. ഈ സംസ്ഥാന സർക്കാർ ആകെ ധൂർത്ത് നടത്തി. ആ ധൂർത്തിൻ്റെ കണക്കുകൾ ഇതുവരെയും പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല. ആകെ കേരളീയത്തിന് ചിലവായ 11 കോടി രൂപയുടെ കണക്ക്, 16 കോടി രൂപയുടെ കണക്കാണ് വലിയ കാര്യത്തിൽ എഴുന്നള്ളിക്കുന്നത്. പിന്നീട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടത്, അതിൽ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും കൊണ്ട് കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ലല്ലോ. എവിടെയാണ് കേരള സർക്കാർ ധൂർത്ത് നടത്തിയത്? എവിടെയാണ് 12,000 കോടി രൂപ കേന്ദ്ര വിഹിതത്തിൻ്റെ പണം ലഭിക്കാതെ പോയതുകൊണ്ട് ഈ പെൻഷൻ നമുക്ക് മറ്റൊരു ചെലവ് ചുരുക്കുന്നത് കൊണ്ട് നടപ്പാക്കാൻ പറ്റുമായിരുന്നത്? പ്രതിപക്ഷം ഇതൊക്കെ മറന്ന് ഒരു പടർപ്പിൽ തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഭരണപക്ഷം പറയുന്നത്. നൗഷാദ് അലി. അരുൺകുമാർ, ഞാൻ നിങ്ങളുടെ ചോദ്യമൊക്കെ പ്രസക്തമാണ്. അപ്പോൾ ഞാൻ അതിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ കിഫ്ബി, ഈ കേന്ദ്ര ഗവൺമെൻറ് അതിനെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ അങ്ങ് വഴിതിരിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യത്തെ നമുക്ക് അക്കാദമികമായിട്ട് സമീപിക്കേണ്ടതുണ്ട്. കാരണം ഈ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി മിഷനും ചേർന്നാണല്ലോ ഈ വായ്പ എടുക്കുന്നത്. ഈ വായ്പ കിഫ്ബിക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, സർക്കാർ ഖജനാവിലെ പണം കിഫ്ബിയിലേക്ക് മാറ്റി കിഫ്ബി അത് മുൻനിർത്തിയാണ് വായ്പ എടുക്കുന്നത്. ഈ വായ്പ എന്താ, തിരിച്ചടക്കേണ്ടതില്ലാത്ത വായ്പയാണോ? ഇതും തിരിച്ചടക്കേണ്ട കടം തന്നെയാണ്. ഇതിനെ ഒരു പരിധി വിട്ട് ഉയർന്ന് ഈ കിഫ്ബിയിലൂടെ വരുന്ന വായ്പാ പണം വെച്ച് മാത്രം ഒരു സർക്കാർ ഓടുന്ന ഒരു തരത്തിലുള്ള പ്രത്യുൽപാദന പരതയുമില്ലാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറഞ്ഞ വായ്പാ പരിധിക്ക് ഒരു ബെഞ്ച് മാർക്ക് നിശ്ചയിക്കപ്പെടും. അത് ഏത് സംസ്ഥാന സർക്കാരായാലും അതുണ്ടാകും. അതാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഈ പറഞ്ഞ പൊതുകടത്തിൻ്റെ ഭാഗമാക്കി ഇതിനെ മാറ്റിയപ്പോൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ വർഷത്തേക്കും അത് അതത് വർഷത്തെ കടത്തിലേക്ക് അറ്റാച്ച് ചെയ്ത ഒരു സൗമനസ്യം കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഞാൻ ആരെയും പഴിചാരിയോ ചേർന്നോ അല്ല ഈ പറയുന്നതൊക്കെ. ഈ കിഫ്ബിയിലേക്കുള്ള ഈ വായ്പ വരുന്നതൊക്കെ ആര് തിരിച്ചെടുക്കുമെന്നായി പറയുന്നത്? പിണറായി വിജയൻ 3 കൊല്ലം ഭരിച്ച് ആ സമയത്ത് വായ്പ വാങ്ങിക്കൂട്ടി ദൂർത്തടിച്ച് തീർത്ത് മടങ്ങിപ്പോയിട്ട് അദ്ദേഹത്തിന് ശേഷം പ്രളയം എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അപകടത്തിലെ ഒറ്റക്കാര്യം ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇതാണ് ഇവിടുത്തെ വിഷയം. രണ്ടാമതായിട്ട് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ കേരളീയത്തിന് 27 കോടി, നവകേരള യാത്രക്ക് 30 കോടി, ഈ മുഖ്യമന്ത്രിയുടെ അറ്റകുറ്റപ്പണി, വീട്, സൗകര്യം, ആഡംബരം, അദ്ദേഹത്തിൻ്റെ പുതിയ വാഹനങ്ങൾ, അകമ്പടി, പോലീസ് സേവ, ഇങ്ങനെയൊക്കെയുള്ള വിദേശ യാത്രകൾ, ഇതൊക്കെ 10 കോടിയല്ലേ? അത് 15 കോടിയല്ലേ? ഇത് 27 കോടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള പല തുള്ളിയാണ് അരുണെ പെരുവെള്ളം. ഈ പറഞ്ഞ പല തുള്ളികളിലൂടെ ഇവർ നഷ്ടപ്പെടുത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾ നടത്തി അഡീഷണലായിട്ട് ആളുകളെ പല ക്യാബിനറ്റ് തസ്തികകളിലും വെച്ച് അവർക്ക് വലിയ ശമ്പളം നൽകി, അവർക്ക് ഓഫീസ് നൽകി, പേഴ്സണൽ സ്റ്റാഫിന് നൽകി, എന്നിട്ട് ശമ്പള വർധനവൊക്കെ മുൻകാല പ്രാബല്യം നൽകി. ഇത്തരത്തിലൊക്കെ ഓരോ അണുവിലും ഇവർ ഈ ഗവൺമെൻറ്റിനെ ഊറ്റിപ്പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഊറ്റിപ്പിഴിയൽ ആകത്തുകയായിട്ട് വരുമ്പോൾ അത് ആയിരക്കണക്കിന് കോടികൾ വരും. ഇവിടെ ഇവർക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ചെയ്യേണ്ടത്, ഇവർക്ക് എന്തെങ്കിലും ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ പുതിയ ധനകാര്യ കമ്മീഷൻ്റെ കണക്കുകളൊക്കെ രൂപപ്പെടുന്ന സമയമാണ്. ഇവിടെ ഒരു കൺസെൻസസ് അവരുണ്ടാക്കട്ടെ. കേരളത്തിന് നികുതി വിഹിതം സ്വാഭാവികമായിട്ട് നമ്മൾ നല്ല പിള്ളയായതുകൊണ്ട് കുറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട്. ആ ബെഞ്ച് മാർക്കുകൾ മാറ്റാനുള്ള നീക്കങ്ങൾ ഇവർ നടത്തട്ടെ. താങ്കൾക്ക് ഒരു ഒബ്ജക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. താങ്കൾ കൈ ഉയർത്തിട്ട് ഞാൻ കണ്ടു. പെട്ടെന്ന് മറുപടി. എനിക്ക് പത്മമാലയോട് കൂടി പോകണം. അരുൺ. അല്ല, നമ്മൾ മാസങ്ങളോളം ഇതേ വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയും BJP പ്രതിനിധിയും എല്ലാം, പ്രത്യേകിച്ച് ആങ്കർമാരടക്കം ചോദിച്ചത്, നിങ്ങൾ മസാല ബോണ്ട് തിരിച്ചടയ്ക്കുമോ? 2000 കോടിയിലധികം ഉണ്ടല്ലോ, അത് റിസർവ് ബാങ്ക് മറ്റു പ്രശ്നങ്ങൾ ഒക്കെ ഉയർത്തി. ആ മസാല ബോണ്ട് തിരിച്ചടച്ചത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമല്ലേ? ഒരു മാധ്യമങ്ങളും അർഹിക്കുന്ന പ്രാധാന്യം അതിന് കൊടുത്തില്ല. കാരണം റിസർവ് ബാങ്കിന്റെ അംഗീകാരമില്ലാതെ മസാല ബോണ്ട് എടുക്കാൻ കഴിയില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങൾ എടുത്തു. അതിനൊന്നും ഒരു പരാതിയും കേന്ദ്ര ഗവൺമെന്റിനോ EDക്കോ ഇല്ല. കേരളത്തിൽ മാത്രം ഇപ്പോൾ എത്ര തവണ ഹൈക്കോടതിയിൽ കയറിയിറങ്ങി?
ശ്രീ തോമസ് ഐസക്കിന് എത്ര തവണ സമൻസ് അയച്ചു? ആ ലോൺ പൂർണ്ണമായി തിരിച്ചടയ്ക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമാണോ? ഏത് ലോണും എടുക്കുമ്പോൾ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി തന്നെയാണ്, സമയക്ലിപ്തത വെച്ച് പലിശ നിരക്ക് വെച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ കേരളത്തിന് മാത്രം കടമെടുക്കുമ്പോൾ തോതെടുക്കുമ്പോൾ ഇപ്പൊ ഇന്ത്യയിൽ കടത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാമതോ രണ്ടാമതൊന്നും അല്ലല്ലോ. ഒന്നാമത് നിൽക്കുന്നത് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് തന്നെയല്ലേ, മഹാരാഷ്ട്രയൊക്കെ അല്ലേ. നമ്മൾ 9, 10ാമതാണ്. ആ ഒരു സാഹചര്യങ്ങൾ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ എന്താ അത്ര വിഷമം? ഈ കേരളത്തിൽ മാത്രം ഒന്നും നടക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ കേരളത്തിന് മാത്രം ഈ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണുകടിയാണ്. ഇദ്ദേഹത്തിന്റെ അറിവുകേട് കൊണ്ടാണ് അത് പറഞ്ഞത്. UP-യിലെ ജനസംഖ്യയും കേരളത്തിലെ ജനസംഖ്യയും തമ്മിലൊന്ന് പരിശോധിച്ച് നോക്കണം. അപ്പൊ അവിടുത്തെ GSDP-യും കേരളത്തിന്റെ GSDP-യും പരിശോധിച്ച് നോക്കണം. ഒന്നാം സ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനത് പറയട്ടെ അനിൽകുമാറെ. നിങ്ങൾ എപ്പോഴും ചർച്ചയുടെ അവസാനം അലമ്പാക്കും. അപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കേ. നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പെൻഷൻ വാങ്ങി വിതരണം ചെയ്തത് കൊണ്ടല്ല, പെൻഷൻ പെൻഷൻ വാങ്ങി വിതരണം ചെയ്തത് കൊണ്ടല്ല ഈ കട ഉൾപ്പെടുത്തിയത്. നിങ്ങൾ പെൻഷൻ ഫണ്ടിൽ നിന്ന് പെൻഷൻ കൊടുക്കാൻ കിട്ടുന്ന പൈസ അതിന് വേണ്ടി വായിച്ച മറ്റു പലതിനും ഡൈവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നത് ഇപ്പോൾ വലിയ കൂടിപ്പോയെന്ന് പറഞ്ഞ് 1957 അല്ലെ ഈ ആദ്യ കാലഘട്ടത്തിൽ പെൻഷൻ കൊടുത്തപ്പോൾ 200-300 രൂപ കാലഘട്ടത്തിനനുസരിച്ച് പെൻഷൻ വർദ്ധിക്കും. അത് സ്വാഭാവികമാണ്. ഓരോ ഗവൺമെന്റും UDF-ഉം LDF-ഉം മാറി വരും. നിങ്ങൾ ഇത് മാത്രമേ കാണുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് സൗജന്യ റേഷൻ കൊടുക്കുന്നു. സൗജന്യം നിങ്ങൾ കാണുന്നില്ലേ? പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന വീട് വെച്ച് കൊടുക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ? എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ? ജൽജീവൻ മിഷൻ ഞാൻ പറഞ്ഞു അതെ. തൊഴിലുറപ്പ് പദ്ധതി 100% സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടല്ലേ കൊടുക്കുന്നില്ലേ? ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം ഒരു വർഷം ജനങ്ങൾ കേരളത്തിൽ എത്ര പേർക്ക് കിട്ടുന്നുള്ളത് നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ. അപ്പൊ ഈ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണ് വലിയ മഹാപദ്ധതികൾ എന്നൊന്നും പറയണ്ട. ഫോട്ടോയും വെക്കണം, പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വെക്കണം. ബ്രാൻഡിംഗ് വീടിനും കക്കൂസിനും പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന എഴുതി വെക്കുകയും ഫോട്ടോയും കൂടി വെക്കണം. ഗവൺമെന്റിന്റെ ഒരു രീതിയുണ്ട്. അതും NDA ഗവൺമെന്റിന്റെ ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് കൊടുക്കാൻ കഴിയൂ. അതായത് AKG സെന്ററിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ കൊടുക്കും. പണം ഇന്ത്യയുടെ സഖ്യകക്ഷികളുടെ അല്ലല്ലോ, നമ്മുടെ നികുതിയല്ലേ ജയപത്മ. ഞാൻ ഇന്ത്യ ഗവൺമെന്റ് എന്നാണ് പറഞ്ഞത്, BJP എന്നല്ല പറഞ്ഞത്. ഞാൻ ഇന്ത്യ ഗവൺമെന്റ് എന്നാണ് പറഞ്ഞത്. ഗവൺമെന്റിന്റെ ഒരു സ്കീമുണ്ട്. ആ സ്കീം അനുസരിച്ച് കൊടുക്കും. അപ്പൊ അതനുസരിച്ച് അതിൽ യോഗ്യതയുള്ള ആളുകൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾ 1600 രൂപ കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് വലിയ കാര്യം. ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് കൃഷി സമ്മാൻ പദ്ധതി കേരളത്തിൽ എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? 38-40 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു വർഷം 6000 രൂപ. അപ്പൊ ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റും ഈ കിട്ടുന്ന പൈസ തന്നെയാണ് കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഡിഫൻസും അതുപോലെ തന്നെ വിദേശകാര്യവും ഇതെല്ലാം ചെയ്യുന്നത്. ഈ സംസ്ഥാനത്ത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. ഇപ്പൊ ഈ പെൻഷനിൽ 200 രൂപ 6 ലക്ഷം പേർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴും അവസാനത്തെ ഒരു വർഷം ഈ കേരളത്തിൽ വിതരണം ചെയ്ത പെൻഷനിൽ കേന്ദ്ര വിഹിതം കിട്ടിയിട്ടില്ല. 2023 ഫെബ്രുവരി മാർച്ച് വരെയേ തന്നിട്ടുള്ളൂ. കേന്ദ്രം തന്ന പൈസയുടെ കണക്ക് കൊടുക്കുക. കേന്ദ്ര ഗവൺമെന്റ് തന്ന പൈസയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താലേ കിട്ടൂ. അല്ലാതെ വാരിക്കോരി കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ച് നിങ്ങൾ ചെലവാക്കിയിട്ട് അതിന്റെ യൂട്ടിലൈസേഷൻ കൊടുക്കുക. എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത് ലാസ്റ്റ് ക്വാർട്ടർ ആവുമ്പോൾ തന്നെ അതിന് മുന്നേ ഉള്ള കണക്കുകളൊക്കെ കൊടുത്ത് അഡ്വാൻസ് പൈസ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യാതെ രാഷ്ട്രീയമായി കേന്ദ്ര ഗവൺമെന്റിനെ പ്രതികൂട്ടിൽ നിർത്താൻ വേണ്ടിയിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതാണ് മറ്റ് സംസ്ഥാനങ്ങൾ മാർച്ചിൽ കിട്ടാത്ത പൈസ ഡിസംബറിൽ തന്നെ പോയി അഡ്വാൻസ് ആയി വാങ്ങിക്കൊണ്ട് പോവുകയാണ് മറ്റ് സ്റ്റേറ്റുകള്. നിങ്ങൾ അതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പ്രയോജനപ്പെടുത്തുന്നില്ല. ഒരാളെ ഡൽഹിയിൽ ഇരുത്തിക്കൊണ്ട് ചെലവ് കൊടുത്ത് അത് മാത്രം ചെയ്യുന്നു. അല്ലാതെ നിങ്ങളെ കാര്യക്ഷമമായി ഇടപെടുന്നില്ല. ഓക്കെ, ശരി. നൗഷാദ് അലി, നോക്കൂ, ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും കേരളം ചർച്ച ചെയ്യുന്ന വിഷയമായിരിക്കും. എന്തായാലും കുടിശ്ശികയിടാതെ തന്നെ പെൻഷൻ പണം കൊടുക്കാൻ തീരുമാനിക്കുന്നു. 5 മാസത്തെ കുടിശ്ശിക മാത്രം, അത് 2 സാമ്പത്തിക വർഷം കൊണ്ട് അടച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ 2025 കഴിഞ്ഞ് ഡിസംബർ കഴിയുമ്പോഴേക്കും എല്ലാ കുടിശ്ശികയും തീർത്ത് ക്ഷേമ പെൻഷൻ ഇവർക്ക് കിട്ടും. കാരുണ്യയിലടക്കം ഇപ്പോൾ പണം വന്നിരിക്കുന്നു. ഇനി ചികിത്സയും മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. എല്ലാം ശരിയാകും എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൻ്റെ കൂടി തിരിച്ചറിവിലാണ്. ആ തിരിച്ചറിവിൽ ഈ കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ കിട്ടിയാൽ, നമ്മളുടെ ആശുപത്രിയിൽ മരുന്നുകൾ കിട്ടിയാൽ, കാരുണ്യ ഫാർമസിയിൽ സാധാരണക്കാർക്ക് ചികിത്സ കിട്ടിയാൽ
കാര്യങ്ങൾ ബുദ്ധിമുട്ടാവുമല്ലോ പ്രതിപക്ഷത്തിന്. എൻ്റെ അരുണ, ഇതൊക്കെ അരിമണിയൊട്ട് കുറിക്കാനില്ല തരിവളയിട്ട് കിലുക്കാൻ മോഹം എന്നുള്ള ഒരു അവസ്ഥയാണ്. അത്തരം അവസ്ഥയെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും പറയാനൊക്കെയുള്ള സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് എന്നല്ല ആർക്കുമുണ്ട്. അവരങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. കാരണം ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നത് ഈ സംസ്ഥാനത്തിൻ്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും ദുരിതമകറ്റി ഒരു ക്ഷേമ പരിസരം രൂപപ്പെടാനാണ്. നമുക്ക് എന്ത് ഭയമാണ് അതിനകത്തുള്ളത്? പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പറയുന്നതിനോട് എന്തെങ്കിലും ഒരു ആഭിമുഖ്യമുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് വലിയ ധൂർത്തിന് കളമൊരുക്കുന്ന കേരളീയം എന്ന പരിപാടി ഒന്ന് മാറ്റിവെക്കുക എന്ന കേരളീയത്തിൽ നമ്മുടെ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എത്ര രൂപ ചെലവാകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇന്നലത്തെ തീരുമാനം അനുസരിച്ച്? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ സഹകരണ ബാങ്കുകളിൽ നിന്ന് നിങ്ങൾ ജിയോ ഇറക്കിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയല്ലേ ഈ പിരിക്കുന്നത്? ഈ പിരിക്കുന്ന പണമൊക്കെ എന്താ ഇവിടെ കമ്മട്ടത്തിൽ അടിച്ചുണ്ടാക്കുന്നതാണ് എന്ന് അരുൺ അഭിപ്രായമുണ്ടോ? ഈ പണമൊക്കെ നമുക്ക് മുതൽക്കൂട്ടാകേണ്ട പല രീതികളിലൂടെ നമ്മെ സഹായിച്ച് മുന്നോട്ട് വരേണ്ട സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പിരിച്ച് കേരളീയം നടത്തുന്നത് കൊണ്ട് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഒരു മണി പോലും ഒരു രൂപ പോലും ചെലവിടാത്തൊരു പദ്ധതിയെ നിങ്ങൾ എങ്ങനെ വിമർശിക്കും? നിങ്ങൾ അങ്ങനെ ഒരു കാരണവശാലും അരുൺ അങ്ങനെ പറയരുത്. കഴിഞ്ഞ തവണ 28 കോടി രൂപ അതിന് ചെലവായി. എവിടുന്ന് പണം കിട്ടിയെന്ന് ഞാൻ അംഗീകരിച്ച വിഷയമാണ്. പക്ഷേ മറിച്ചൊരു ചോദ്യമുണ്ട്. ഇത്തവണ സംസ്ഥാന സർക്കാർ അതിന് ചെലവാക്കുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ ചെലവാക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഏത് സംസ്ഥാന സർക്കാർ ചെലവാക്കുന്നില്ല എന്ന് നിങ്ങൾ ഇതൊക്കെ എന്തൊരു വാചാടോപമാണ് അരുൺ. സംസ്ഥാന സർക്കാർ ചെലവാക്കാതെ ഇതൊക്കെ എന്ത് ചക്കാത്തിനാണ് ഇതിവിടെ നടക്കുന്നത്? നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം കൊടുക്കാതെ വൈകിപ്പിച്ചൊരു സർക്കാരാണ്. അവിടെ നിന്ന് ഓൺ ഫണ്ടിൽ നിന്ന് പണം കവരാൻ വികസന പ്രവർത്തനങ്ങൾ സാംസ്കാരിക മേഖലകളിൽ ഞങ്ങൾ ഒരു നവകേരളം നിർമ്മിക്കും. ഒരു നവകേരള നിർമ്മിതിയിലേക്ക് 50 വർഷത്തിന് ശേഷമുള്ള കേരളത്തെ ഞങ്ങൾ നിർമ്മിക്കും. നിങ്ങൾ നുണപ്രചരണമായിട്ട് നടന്നുകൊള്ളൂ. ഞങ്ങൾ നവകേരള നിർമ്മിതിയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ ഹൃദയങ്ങളിലേക്ക് വരും. നിങ്ങൾ കുശുമ്പും കുണ്ടായ്മയൊക്കെ ആയിട്ട് നടന്നോ? കുണ്ടായ്മയൊക്കെ ആയിട്ട് നടന്നോ? ഒരു കാര്യമില്ല. വാക്ക് പാലിച്ച് ഗവൺമെന്റ് പോകും. ഞങ്ങളുടെ ജനഹൃദയങ്ങളിലേക്ക് ആയിരിക്കും. രണ്ടാമത് ഭരണം നഷ്ടപ്പെട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു നടന്നോ? ഒരു കാര്യമില്ല. ശരി നൗഷാദ് അലി, ശ്രീ നൗഷാദ് അലി, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ നൗഷാദ് അലി, 2 സാമ്പത്തിക വർഷമുണ്ടല്ലോ. എല്ലാ ഗഡുക്കളും കൊടുത്തു തീർത്ത് ക്ഷേമ പെൻഷൻ 2000 രൂപയോ 2500 രൂപയോ ഒക്കെ ഈ സർക്കാർ വർദ്ധിപ്പിക്കട്ടെ. നൗഷാദ് അലിയെ പോലെ നമുക്കും കാത്തിരിക്കാം. പക്ഷേ അതിന് എല്ലാ വകുപ്പുകളോടും ചെലവ് ചുരുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കുറച്ചു നേരത്തെ ആകാമായിരുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക. അത് നമ്മളും പങ്കുവയ്ക്കുന്നുണ്ട്. താങ്ക് യു അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, കെ പി നൗഷാദ് അലി, ജെ ആർ പത്മകുമാർ ചർച്ചയിൽ പങ്കുചേർന്നതിന്. Debate with Arun Kumar.